Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആക്സിഡന്റ് സംഭവിച്ചത് ബ്രേക്ക് ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. ആക്സിഡന്റ് സംഭവിച്ചത് ബ്രേക്ക് ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. The accident happened because brakes didn't work properly. The accident happened because the brakes didn't work properly. The accident happened. അതായത് ആക്സിഡന്റ് സംഭവിച്ചത് ബിക്കോസ് കാരണം the brakes didn't work properly. Didn't work properly. Properly പറഞ്ഞാൽ ശരിക്കും വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. ബ്രേക്ക് ശരിക്കും വർക്ക് ചെയ്യാത്തത് കൊണ്ട്, അതായത് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ദി ആക്സിഡന്റ് ഹാപ്പൻ ആയത്. ഞങ്ങൾ വൈകിയതിൽ ക്ഷമിക്കണം. വരും വഴി കാർ ബ്രേക്ക് ഡൗൺ ആയി. ഇവിടെ നമ്മൾ ബ്രേക്ക് എന്ന വാക്കിന്റെ ഡിഫറെന്റ് യൂസേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ബ്രേക്ക് എന്ന വാക്കിന്റെ സ്പെല്ലിങ്ങിലുള്ള വ്യത്യാസവും ശ്രദ്ധിക്കണം. രണ്ട് സ്പെല്ലിംഗ് ആണ് ഉള്ളത്. BRAKE എന്ന് പറയുമ്പോൾ കാറിന്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ ബ്രേക്ക്. BREAK എന്ന് പറയുമ്പോൾ വേറെ അർത്ഥമാണ്. ഞങ്ങൾ വൈകിയതിൽ ക്ഷമിക്കണം. വരും വഴി കാർ ബ്രേക്ക് ഡൗൺ ആയി. കാർ ബ്രേക്ക് ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, അതായത് അതിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാതെ ഉള്ള ഒരു സ്ഥിതിയാണ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ കാറ് ബ്രേക്ക് ഡൗൺ ആയതിന്റെ പേരിലാണ് ഞങ്ങൾ വൈകിയത്, അതുകൊണ്ട് ക്ഷമിക്കണം. സോറി വി ആർ ലേറ്റ്. ദ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ. സോറി വി ആർ ലേറ്റ്, അതായത് ഞങ്ങൾ ലേറ്റ് ആയതിൽ സോറി. കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി എന്നതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ കാർ ബ്രോക്ക് ഡൗൺ, അതായത് ബ്രേക്ക് ഡൗൺ ഓൾറെഡി ആയ കാര്യമാണ് നമ്മൾ പറയുന്നത്. പാസ്റ്റ് ടെൻസ് പറയുന്നത്. അത് ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ് ബ്രോക്ക്. ദ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ. വഴിയിൽ കാർ ബ്രേക്ക് ഡൗൺ ആയി. നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക് എപ്പോഴാണ്? അപ്പൊ നമ്മൾ വേറെ ബ്രേക്കിന്റെ വേറൊരു യൂസേജ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ, അതായത് നിങ്ങളുടെ ഓഫീസിലെ ലഞ്ച് ബ്രേക്ക് എപ്പോഴാണ്? What time is your lunch break? What time is your lunch break? ഇതിനെ തന്നെ നമുക്ക് what time do you break for lunch അങ്ങനെയും പറയാം. അപ്പോൾ what time is your lunch break അല്ലെങ്കിൽ what time do you break for lunch, അതായത് നിങ്ങൾ ലഞ്ചിന് വേണ്ടി എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ജോലിയിൽ നിന്ന് ലഞ്ചിന് പോകുവാനായി എപ്പോഴാണ് ബ്രേക്ക് എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. what time do you break for lunch? ഇവിടെ നമ്മൾ ലഞ്ച് എന്ന വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ലഞ്ച് എന്നാണ് പലരും പറയുന്നത്, അത് തെറ്റാണ്. ലഞ്ച്. വാട്ട് ടൈം ഈസ് യുവർ ലഞ്ച് ബ്രേക്ക്? ഞങ്ങൾ സാധാരണയായി ലഞ്ച് ബ്രേക്ക് 12:30 എടുക്കാറ്. ഞങ്ങൾ സാധാരണയായി ലഞ്ച് ബ്രേക്ക് 12:45 എടുക്കാറ്, അതായത് 12:45 എടുക്കാറ്. വി യൂഷ്വലി ബ്രേക്ക് ഫോർ ലഞ്ച് അറ്റ് 12:45. വി യൂഷ്വലി അല്ലെങ്കിൽ വി നോർമലി ബ്രേക്ക് ഫോർ ലഞ്ച് അറ്റ് 12:45. ഇവിടെ നമ്മൾ ഈ 45 എന്ന് പറയുമ്പോൾ ആ 5ന്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് 5 അല്ല 5. ഈ സെന്റൻസിനെ നമുക്ക് വേറെ ഒരു വേരിയേഷൻ നോക്കാം. വി യൂഷ്വലി ടേക്ക് അവർ ലഞ്ച് ബ്രേക്ക് അറ്റ് 12:45. വി യൂഷ്വലി ടേക്ക് അവർ ലഞ്ച് ബ്രേക്ക് at 12:45. രണ്ട് രീതിയിലും പറയാവുന്നതാണ്. രണ്ടിന്റെയും മീനിങ് ഒന്ന് തന്നെ. നമ്മൾ ലഞ്ച് ബ്രേക്ക് ഇപ്പോൾ എടുത്താലോ? നമ്മൾ ലഞ്ച് ബ്രേക്ക് ഇപ്പോൾ എടുത്താലോ? Shall we take our lunch break now? Shall we take our lunch break now? ഇതിനെ തന്നെ നമുക്ക് shall we break for lunch now അങ്ങനെ പറയാം. Shall we break for lunch now? അതായത് shall we take our lunch break now അല്ലെങ്കിൽ shall we break for lunch now? ഇത് തീർത്തിട്ട് നമുക്ക് 20 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഇത് തീർത്തിട്ട് നമുക്ക് 20 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക. We'll take a break for 20 minutes after we finish this. We will take a break for 20 minutes after we finish this അല്ലെങ്കിൽ after we complete this. Take a break എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു പണി, ജോലി, അത് നിർത്തിയിട്ട് ചെറിയ ഒരു റെസ്റ്റ് എടുക്കുക. അതിനാണ് നമ്മൾ ടേക്കിംഗ് എ ബ്രേക്ക് എന്ന് പറയുക. ഇപ്പൊ ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്നത് ലഞ്ചിനുള്ള ബ്രേക്ക് ആണ്. ഓക്കെ, ആ ലഞ്ച് ബ്രേക്ക് പോലെ ടീ ബ്രേക്ക് എന്ന് പറയാം, അതായത് ചായ കുടിക്കാനുള്ള ബ്രേക്ക്. ഓക്കെ, സോ ലഞ്ച് ബ്രേക്ക് അല്ലെങ്കിൽ ടീ ബ്രേക്ക്. അവർ തമ്മിലുള്ള അടിപിടി നിർത്താൻ പോലീസിനെ വിളിക്കേണ്ടി വന്നു. അവർ തമ്മിലുള്ള അടിപിടി നിർത്താൻ
പോലീസിനെ വിളിക്കേണ്ടി വന്നു. The police had to be called break up the fight between them. Police had to be called to break up the fight between them. ഇവിടെ നമ്മൾ ബ്രേക്കിന്റെ വേറൊരു യൂസേജ് ആണ് ടു ബ്രേക്ക് അപ്പ് ദ ഫൈറ്റ്. അതായത് ഒരു ഫൈറ്റ് നടക്കുന്നതിനെ നിർത്താൻ വേണ്ടി, അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, അതിനെ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോലീസിനെ വിളിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലീസ് അല്ല, ദ പോലീസ്. ദ പോലീസ്. അപ്പൊ ആ പോ എന്ന് പറയരുത്. ദ പോലീസ് ഹാഡ് ടു ബി കോൾഡ്. പോലീസിനെ വിളിക്കേണ്ടി വന്നു. ഹാഡ് ടു ബി കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിക്കേണ്ടി വന്നു. ടു ബ്രേക്കപ്പ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദം. ബിറ്റ്വീൻ ദം, അവർ തമ്മിലുള്ള ഫൈറ്റ് ബ്രേക്കപ്പ് ചെയ്യാൻ. ഏണി അല്ലെങ്കിൽ കോണി ദൃഢമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താതെ അതിൽ കയറേണ്ട. ഏണി ദൃഢമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താതെ അതിൽ കയറേണ്ട. Don't climb the ladder until you are sure it's stable. Don't climb the ladder until you are sure it's stable. Stable. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വാക്കുകൾ ലാഡർ. ലാഡർ എന്ന് പറഞ്ഞാൽ കോണി അല്ലെങ്കിൽ ഏണി. കയറുക എന്നതിനെയാണ് CLIMB എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ക്ലൈംബ് എന്ന് പറയരുത്. ക്ലൈം. ആ ബി ഇവിടെ സൈലന്റ് ആണ്. ക്ലൈം. സ്റ്റേബിൾ. സ്റ്റേബിൾ പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ കോണി ദൃഢമായി തെന്നി വീഴാത്ത രീതിയിൽ എന്ന അർത്ഥത്തിലാണ് ഇവിടെ. സ്റ്റേബിൾ എന്ന വാക്ക് കൊണ്ടുള്ള മറ്റു ചില സെന്റൻസസ് നോക്കാം. അമ്മ ഹോസ്പിറ്റലിലാണ്, അവരുടെ നില ഇപ്പോൾ സ്റ്റേബിൾ ആണ്. അമ്മ ഹോസ്പിറ്റലിലാണ്, അവരുടെ നില ഇപ്പോൾ സ്റ്റേബിൾ ആണ്. ഇവിടെ നമ്മൾ സ്റ്റേബിൾ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റം സംഭവിക്കാത്ത രീതി, അതായത് ഒരേ രീതിയിലുള്ളതാണ്. സ്റ്റേബിൾ ആയിട്ടുണ്ട്. മദർ ഇസ് ഇൻ ഹോസ്പിറ്റൽ. ഹെർ കണ്ടീഷൻ ഇസ് സ്റ്റേബിൾ നൗ. ഹെർ കണ്ടീഷൻ, അവരുടെ നില ഇപ്പോൾ സ്റ്റേബിൾ ആണ്. അതായത് മാറ്റം ഒന്നും വന്നിട്ടില്ല, സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നുണ്ട്, മോശമായിട്ടില്ല എന്നീ അർത്ഥങ്ങളാണ് ഇവിടെ. അഴിമതിയില്ലാത്ത സ്ഥിരതയുള്ള ഗവൺമെന്റ് ആണ് നമുക്ക് ആവശ്യം. അഴിമതിയില്ലാത്ത സ്ഥിരതയുള്ള ഗവൺമെന്റ് ആണ് നമുക്ക് ആവശ്യം. We need a corruption-free, stable government. We need a corruption-free, stable government. Corruption ഫ്രീ എന്ന് പറഞ്ഞാൽ, കറപ്ഷൻ പറഞ്ഞാൽ അഴിമതി. കറപ്ഷൻ ഫ്രീ എന്ന് പറഞ്ഞാൽ അഴിമതിയില്ലാത്ത. സ്റ്റേബിൾ ഗവൺമെന്റ്. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റേബിൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരതയുള്ള എന്നർത്ഥമാണ്. അപ്പോ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള സെന്റൻസിൽ സ്റ്റേബിളിന്റെ അർത്ഥം വേറെയായിരുന്നു. ഇവിടെ സ്ഥിരതയുള്ള എന്നർത്ഥമാണ്. സ്റ്റേബിൾ എന്ന വാക്കിന്റെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുതിരകളെ കെട്ടിയിടുന്ന ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്ഥലം, കുതിരാലയം എന്നതിനെയും നമ്മൾ സ്റ്റേബിൾ എന്നാണ് പറയുക. ഇതേ തെറ്റ് വീണ്ടും ചെയ്യരുത്. ഇതേ തെറ്റ് വീണ്ടും ചെയ്യരുത്. Don't make the same mistake again. Don't make the same mistake. Same mistake. അതേ തെറ്റ് അല്ലെങ്കിൽ ഇതേ തെറ്റ് അഗെയിൻ വീണ്ടും ചെയ്യരുത്. ഡോണ്ട് മേക്ക്. നമ്മളിപ്പോ ഡോണ്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്ക് എന്ന് പറയുന്നതിന് പകരം സ്പോക്കൺ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഡോണ്ട് ഡു ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ അങ്ങനെ പറയാം. ഈ തെറ്റ് ആവർത്തിക്കരുത്. ഈ തെറ്റ് ആവർത്തിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ സെന്റൻസിൽ ഡോണ്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ. അഗെയിൻ എന്നുള്ള വാക്ക് നമ്മൾ അവിടെ ഉപയോഗിച്ചു. പക്ഷെ ഇവിടെ ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് അഗെയിൻ എന്ന് പറയാൻ പാടില്ല. കാരണം റിപ്പീറ്റ് എന്നതിൽ തന്നെ വീണ്ടും ചെയ്യുക എന്ന അർത്ഥം അടങ്ങിയിട്ടുണ്ട്. അത് കാരണം നമ്മൾ അഗെയിൻ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതില്ല. സോ ഈ തെറ്റ് ആവർത്തിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. അപ്പോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ്